ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നൊബേൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ച് ബൈ വൻഗാരി മത്തായി. വൻഗാരി മത്തായി delivered her Nobel Peace Prize acceptance speech on December 10, 2004 in Oslo, Norway, upon becoming the first African woman to receive this honor. അപ്പോൾ വൻഗാരി മത്തായി ഈ ഒരു പർട്ടിക്കുലർ സ്പീച്ച് ഡെലിവർ ചെയ്യുന്ന ഡേറ്റ് ഡിസംബർ 10, 2004 ഓസ്ലോ, നോർവേയിൽ ഓസ്ലോയിൽ വെച്ചിട്ടാണ്. വേറൊരു പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഷി വാസ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ ടു റിസീവ് ദിസ് ഓണർ. ഈ ഒരു അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിത എന്ന രീതിയിലും വൻഗാരി മത്തായി പോപ്പുലറാണ്. അപ്പോൾ സ്പീച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഷീ സെയിങ് താങ്ക് യു ടു ദ നൊബേൽ കമ്മിറ്റി. വൻഗാരി മത്തായിനെ സെലക്ട് ചെയ്ത നൊബേൽ കമ്മിറ്റീനോട് ഒരു താങ്ക്സ് പറയുന്നുണ്ട്. എന്തിനാണ്? ഇൻ ഓർഡർ ടു ഗീവ് ഹർ ദിസ് പീസ് പ്രൈസ്. ഈ നൊബേൽ പീസ് പ്രൈസ് തനിക്ക് തന്നതിലുള്ള ഒരു സന്തോഷം അറിയിക്കുന്നുണ്ട്, അവരോടുള്ള നന്ദി കടപ്പാടൊക്കെ അറിയിക്കുന്നുണ്ട്. ഷീ സെയ്സ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഓണർ ആൻഡ് ദാറ്റ് ഷീ ഈസ് പ്രൗഡ് ടു റിസീവ് ഇറ്റ് ആസ് ആൻ ആഫ്രിക്കൻ വുമൺ. അപ്പോൾ ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത് ഏറ്റവും വിലയേറിയ ഒരു അവാർഡാണ്. അതുപോലെ തന്നെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങുന്നത് എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഷീ താങ്ക്സ് ഓൾ ദ പീപ്പിൾ ഹൂ സപ്പോർട്ടഡ് ഹെർ. ഇതുവരെയുള്ള ലൈഫ് ജേണിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി, സന്തോഷം അറിയിക്കുകയാണ്. എസ്പെഷ്യലി കെനിയയിലുള്ള വിമൻ കമ്മ്യൂണിറ്റീനെ അഡ്രസ്സ് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് നിന്ന് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഈ സന്തോഷത്തിലേക്ക് കൂടെ കൂട്ടുന്നു. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു പ്ലാന്റ് ട്രീസ്, അതേപോലെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ ആ ഒരു ഡെഡിക്കേഷനും ആ ഒരു വർക്കും കാര്യങ്ങളും എല്ലാം തന്നെ ഈ നൊബേൽ പ്രൈസ് വിന്നർ എന്ന രീതിയിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് നിന്ന് എല്ലാവരോടുമുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് ഓർക്കുന്നത് ഒരു കെനിയൻ കമ്മ്യൂണിറ്റി അവിടെ ഹോൾ ആഫ്രിക്കൻസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും സമാധാനത്തിന് വേണ്ടിയിട്ടും നീതിക്ക് വേണ്ടിയിട്ടുമൊക്കെ പോരാടി മരിച്ച ഒരുപാട് ആൾക്കാരെ ആ ഒരു നിമിഷം വൻഗാരി മത്തായി ഓർക്കുകയാണ്. അപ്പോൾ വൻഗാരി മത്തായി പറയുന്നത് ഈ ഒരു അവാർഡ് അവർക്കെല്ലാവർക്കും താൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. Wangari Maathai talks about how the environment, peace and a good leadership are all connected. വൻഗാരി മത്തായിയുടെ ത്രൂ ഔട്ട് ജേണിയിൽ എൻവയോൺമെൻറ്റും പീസും ഒരു ഗുഡ് ലീഡർഷിപ്പും ഇത് മൂന്നും കണക്റ്റഡ് ആയിരുന്നു. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാണ്. ഷീ എക്സ്പ്ലെയിൻസ് ദാറ്റ് വെൻ ദ എൻവയോൺമെൻറ്റ് ഇസ് ഡാമേജ്ഡ്, ഇപ്പോൾ എൻവയോൺമെൻറ്റിനൊരു കോട്ടം തട്ടുക നോക്കുക, ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എൻവയോൺമെൻറ്റിൻ്റെ ഒരു പാർട്ട് ഫോറസ്റ്റ്, ട്രീസൊക്കെ നശിച്ചു പോവുക, അങ്ങനെ സംഭവിക്കുക. അതേപോലെ റിവേഴ്സൊക്കെ ഡ്രൈ അപ്പ് ആവുക, വെള്ളമൊന്നും ഇല്ലാത്തൊരവസ്ഥ വരിക. അപ്പോൾ അത് പീപ്പിൾ അവർ സഫർ ചെയ്യും. ജനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക? ജനങ്ങൾ മിക്കവാറും അഗ്രികൾച്ചറിനൊക്കെ വേണ്ടിയിട്ട് റിവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാകാം, പിന്നെ വുഡ്സിന് വേണ്ടിയിട്ട് ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം. ഇതൊക്കെ നശിച്ചു പോകുന്ന സമയത്ത് അത് ആൾക്കാരെയും നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ അവിടെ എന്ത് നഷ്ടപ്പെടും? പീസ് നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ദേ മേ ലോസ് ഫുഡ്, വാട്ടർ ആൻഡ് ലാൻഡ്. ഇത് മൂന്നും കുറവ് സംഭവിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് പിന്നീട് ഏതിലേക്കൊക്കെ ലീഡ് ചെയ്യും? ദാരിദ്ര്യത്തിലേക്ക് ലീഡ് ചെയ്യും, കോൺഫ്ലിക്റ്റിലേക്ക് ലീഡ് ചെയ്യും. അതായത് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വഴക്കുകളിലേക്കും യുദ്ധങ്ങളിലേക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങളിലേക്കൊക്കെ ലീഡ് ചെയ്യും, വയലൻസ് സൃഷ്ടിക്കും, അങ്ങനെ പറയുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റിൻ്റെ ഒരു പീസായിട്ടുള്ള ഒരു അവസ്ഥ അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത് ജനങ്ങളുടെ പീസിന്. ഷീ സെയ്സ് ദാറ്റ് പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്, അതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതായത് ചുറ്റുമുള്ള ആൾക്കാർ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ അവിടെ എൻവയോൺമെൻറ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അത്യാവശ്യമാണ്.
എന്താണ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ക്ലീൻ വാട്ടർ ലഭിക്കും, ഫുഡ് ലഭിക്കും, ഒരു നല്ലൊരു സമാധാനമുള്ളൊരു സ്ഥലം ലഭിക്കും അവർക്ക് താമസിക്കാനായിട്ട്. വെൻ പീപ്പിൾ ഹാവ് വാട്ട് ദേ നീഡഡ്, അപ്പോൾ ജനങ്ങൾക്ക് അവിടെ ആൾക്കാർക്ക് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാവും. വൻഗാരി ഓൾസോ സേസ് ദാറ്റ് ഇറ്റ് ഈസ് ഹാർഡ് ടു പ്രൊട്ടക്റ്റ് നേച്ചർ. പിന്നെ വേറൊരു കാര്യം പറയുകയാണ്, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ്. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ് ലീഡർഷിപ്പ് തന്നെ അത്യാവശ്യമാണ്. എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഉള്ള ഗുണങ്ങളും എല്ലാവരെയും അറിയിക്കാൻ ഒക്കെ ഉള്ളൊരു ഗുഡ് ലീഡർഷിപ്പ് അത്യാവശ്യം ആണ് എന്ന് പറയുന്നു. She believes that people must have freedom, human rights and honest government to take care of their environment properly. അപ്പം ജനങ്ങൾക്കൊരു ലീഡർഷിപ്പ് ആവശ്യമാണ്. അതേപോലെ ലീഡർഷിപ്പ് ഉണ്ട് എന്ന് വിചാരിച്ച് അവർക്ക് സ്വാതന്ത്ര്യത്തിനൊരു കോട്ടം വരരുത്. മനുഷ്യാവകാശങ്ങളൊക്കെ അതുപോലെ നടക്കണം. പിന്നെ എന്താണ്, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു ഗവൺമെൻറ് അത്യാവശ്യമാണ്. അവരുടെ എല്ലാ റൈറ്റ്സും പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കണം. ഒരു നല്ലൊരു ഗവർണേഴ്സ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ കനോട്ട് സ്പീക്ക് അപ്പ് ഓർ മേക്ക് ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ ജനങ്ങളും ഈ അവരെ ഭരിക്കുന്ന ലീഡേഴ്സും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അല്ലെങ്കിൽ എന്താണ്, ഒരു പ്രോഗ്രസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ നടക്കാൻ പോകുന്നില്ല. ഒരു എക്സാമ്പിൾ ഇവിടെ പറയുകയാണ്. വൻഗാരി മത്തായിയുടെ തന്നെ ലൈഫിൽ നിന്ന് എടുത്തൊരു എക്സാമ്പിളാണ് പറയുന്നത്. അതായത് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു പാർട്ടായിട്ട് ഷീ ഹെൽപ്ഡ് ദ പീപ്പിൾ ടു പ്ലാന്റ് ട്രീസ്. ഓക്കെ, മരങ്ങൾ, അതായത് ചെടി തൈകൾ നടുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു പാർട്ടായിരുന്ന സമയത്ത് എന്താണ്, അതിന് ഒരുപാട് പ്രതിഷേധമുണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന്. അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താൻ അങ്ങനെയാണ് ചെയ്തത് എൻവയോൺമെൻറ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ഫോർ ജസ്റ്റിസ് ആൻഡ് ഫ്രീഡം. അപ്പോൾ അതവിടെ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് തനിക്കെതിരെ അറസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് എന്ന രീതിയിൽ ആണ് ഇവിടെ പറയുന്നത്. പിന്നെ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിനെ പറ്റിയിട്ട് വൻഗാരി മത്തായി പറയുന്നുണ്ട്. ഷീ ടോക്സ് അബൌട്ട് ഹൗ ഷീ സ്റ്റാർട്ടഡ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. ആ ഒരു മൂവ്മെൻറ്റിൻ്റെ തുടക്കം എങ്ങനെയാണ്. 1977 കെനിയയിലാണ് ഈ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു സിമ്പിൾ ഐഡിയ ഒക്കെ വെച്ചിട്ടാണ്, ജസ്റ്റ് പ്ലാന്റിങ് ട്രീസ് എന്ന രീതിയിലൊരു ഐഡിയ വെച്ചിട്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. എൻവയോൺമെൻറ്റിനെ പുഷ്ടിപ്പെടുത്തി ഇരിക്കുക, അതായത് ചെടികളും മരങ്ങളും ഒക്കെ വരുന്നതോട് കൂടിയിട്ട് അത് എൻവയോൺമെൻറ്റിൻ്റെ ഒരു കാം അറ്റ്മോസ്ഫിയറിലേക്ക് അത് ലീഡ് ചെയ്യും. ആ ഒരു ഉദ്ദേശമാണ് ഈ ഒരു മൂവ്മെൻറ്റിന് ഉള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേറൊരു ഉദ്ദേശം എന്ന് പറയുന്നത്, ആ ഒരു നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർവുഡ്സ്, വിറകുകൾ, അതൊക്കെ ആൾക്കാർക്ക് ഫുഡ് പ്രിപ്പറേഷനൊക്കെ ആവശ്യമുള്ള ഫയർവുഡ്സൊക്കെ ലഭ്യത കുറവായിരുന്നു. അപ്പോൾ അതിലേക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ട്രീസിൻ്റെ പ്ലാന്റ്സൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രൈ ലാൻഡ്സ് കൂടുതലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നനച്ച് അവിടെ പുതിയ പുതിയ തണൽ മരങ്ങളൊക്കെ നട്ടു വളർത്തുക എന്നൊരു ഉദ്ദേശം കൂടി ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിന് ഉണ്ടായിരുന്നു. സോ ഷീ എൻകറേജ്ഡ് ദീസ് വിമൻ. അപ്പോൾ തൻ്റെ കൂടെയുള്ള സ്ത്രീകളെയൊക്കെ എൻകറേജ് ചെയ്യാണ് ചെടികൾ നടാനും മരങ്ങൾ നടാനും ഫോറസ്റ്റ് തിരികെ കൊണ്ടുവരാനും സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമുക്ക് ഫയർവുഡിന് വേണ്ടിയിട്ടുള്ള സോഴ്സ് കണ്ടെത്താനും നമുക്ക് മരങ്ങളും പഴങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഫുഡിനുള്ള ഒരു സോഴ്സും കൂടി ആകും. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഇവരുടെ ഒരു പാർട്ടായിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി വിമൻ. പ്ലാന്റിങ് ട്രീസ് ഹെൽപ്ഡ് ടു സോൾവ് മെനി പ്രോബ്ലംസ്. അപ്പോൾ ഈ മരങ്ങളൊക്കെ വലുതാകുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ സോൾവ് ചെയ്യപ്പെടും എന്ന രീതിയിൽ ബോധവൽക്കരിച്ചു. ഇറ്റ് ഗേവ് പീപ്പിൾ ഷെയ്ഡ്, ക്ലീൻ എയർ ആൻഡ് ജോബ്സ്. അപ്പം എന്തൊക്കെ ഹെൽപ്പാണ് ഈ മരങ്ങളൊക്കെ നട്ട് വലുതാവുമ്പോൾ അവിടെ സംഭവിക്കുക. അതായത് തണൽ മരങ്ങൾ ആകും, അതേപോലെ നല്ല ഓക്സിജൻ സപ്ലൈ വരും, ക്ലീൻ എയർ കിട്ടും. പിന്നെ അതേപോലെ പാർട്ട് ഓഫ് ജോബ് എന്ന രീതിയിൽ ഈ ഒരു ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു പാർട്ട് ആകുക എന്നുള്ള രീതിയിൽ കൂടി അവിടെ വരും. ഇറ്റ് ഓൾസോ ഹെൽപ്ഡ് വിമൻ ടു ഫീൽ സ്ട്രോങ്. അപ്പം ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഒരു പാർട്ടാണ് എന്ന ഒരു ഫീല്
ഇവരെയൊക്കെ ശാക്തീകരിക്കും. അതേപോലെ തനിക്ക് എൻവിയോൺമെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്ന രീതിയിൽ അഭിമാനം വരും. ബിക്കോസ് ദേ വർ ടേക്കിംഗ് ആക്ഷൻ ടു ഇംപ്രൂവ് ദെയർ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല അത്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് എന്നൊരു ഫീല് അവരുടെ ഉള്ളിൽ കൊണ്ടുവരും. ഓക്കെ, അപ്പം ഈ ഒരു മൂമെൻറ്റ് ജസ്റ്റ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നതിലപ്പുറത്ത് ആൾക്കാരെ അവരവരുടെ റൈറ്റ്സിനെ പറ്റിയിട്ട് ബോധവൽക്കരണം കൊടുക്കുന്ന രീതിയിലേക്ക് മാറി. അതേപോലെ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു എൻവയോൺമെൻറ്റ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനെ എന്ത് വില കൊടുത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കും. ആ രീതിയിലേക്ക് അവരുടെ മൈൻഡിനെ മാറ്റാനായിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് വഴിയായിട്ടുണ്ട്. ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ടോട്ട് വിമൻ ആൻഡ് കമ്മ്യൂണിറ്റീസ് ദാറ്റ് ദേ ഹാഡ് പവർ ആൻഡ് കുഡ് മേക്ക് എ ഡിഫറൻസ്. അപ്പോൾ ആൾക്കാർ അവർക്ക് തോന്നുകയാണ്, അതായത് അവർ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവിടെ പൂർണ്ണ അധികാരം അവർക്കുണ്ട്. ഓക്കെ, എന്ത് വില കൊടുത്തും അവർക്ക് അതിനെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് അവരിൽ കൊണ്ടുവരാനായിട്ട് സഹായിച്ചു. വൻകാരി ഷോസ് ദാറ്റ് സ്മോൾ ആക്ഷൻസ്, അപ്പോൾ അവരാൽ കഴിയുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരു ചെടി നടുക, മരം നടുക, അത് ആൾക്കാരുടെയൊക്കെ ലൈഫ്സ് അതിന് ഒരുപാട് ചേഞ്ചസ് അവരുടെ ലൈഫിൽ കൊണ്ടുവരുത്താൻ സഹായിക്കും എന്ന രീതിയിൽ ഇവിടെ വൻകാരി മത്തായി പ്രൂവ് ചെയ്യാണ്. നെക്സ്റ്റ് വൻകാരി മത്തായി സേസ് ദാറ്റ് വേൾഡ് നീഡ്സ് എ ന്യൂ വേ ഓഫ് തിങ്കിങ്. അതായത് വേൾഡിൻ്റെ മൈൻഡ് സെറ്റ് തന്നെ മാറേണ്ട അത്യാവശ്യമാണ്. ഓക്കെ, വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അതിന് ഒരു ഗ്ലോബൽ എത്തിക് എന്ന് വൻകാരി മത്തായി പേരിട്ട് വിളിക്കുകയാണ്. ഷീ ബിലീവ്സ് ദാറ്റ് ഓൾ പീപ്പിൾ നോ മാറ്റർ വേർ ദേ ലീവ്. ഓക്കെ, അപ്പോൾ എവിടെ താമസിച്ചോട്ടെ നമ്മൾ എർത്തിനെ പരിപാലിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അതേപോലെ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ എല്ലായിടത്തും ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. ഫെയർനെസ്, ഗുഡ് ലീഡർഷിപ്പ്, കാം ആൻഡ് പീസ് എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, എല്ലായിടത്തും ഒരു ഗുഡ് ലീഡർഷിപ്പ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, എല്ലാത്തിനെയും നേരായ വഴിക്ക് തന്നെ ലീഡ് ചെയ്യുന്ന ഒരു ഗുഡ് ലീഡർഷിപ്പ് ഉണ്ട്. ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ട ആവശ്യം എല്ലാവർക്കും ഉണ്ട്. പീപ്പിൾ മസ്റ്റ് ലേൺ ടു റെസ്പെക്റ്റ് നേച്ചർ ആൻഡ് ഈച്ച് അതർ. ഓക്കെ, നമ്മൾ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആൾക്കാർ തമ്മിൽ ഉണ്ടാക്കിയെടുക്കുക, അതൊക്കെ അത്യാവശ്യമാണ്. അടുത്തതായിട്ട് പറയുന്നത്, ഇന്ന് ജനങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. വാർ, ഹങ്കർ, അതായത് യുദ്ധങ്ങൾ, ദാരിദ്ര്യം, പൊല്യൂഷൻ. ഓക്കെ, ഇതൊക്കെ വരുന്നത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ മൈൻഡിൽ നിന്ന് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് ആർത്തി, അതേപോലെ സ്വാർത്ഥത, മറ്റുള്ളവരെ കെയർ ചെയ്യാതെ ജീവിക്കുന്ന ഒരു സാഹചര്യം, ഇതിൽ നിന്നാണ് വലിയ വലിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ, ടു ഫിക്സ് ദിസ് വി മസ്റ്റ് ചേഞ്ച് അവർ ബിഹേവിയർ. ഓരോരുത്തരും മാറി ചിന്തിക്കണം, നമ്മളുടെ ചോയ്സസ് മാറ്റണം. നമ്മളുടെ ചോയ്സസ് നമ്മളിലേക്ക് ഒതുങ്ങാതെ ആൾക്കാർക്ക് ചുറ്റുമുള്ള ആൾക്കാരെ സഹായിക്കുന്നതിനും നമ്മളുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും ഒക്കെ മാറ്റിയെടുക്കണം ഓരോരുത്തരും. വൻകാരി ഓൾസോ സേസ് ദാറ്റ്, അടുത്തായിട്ട് പറയുന്നത് ഗവൺമെൻറ് ശ്രദ്ധിക്കണം. അതായത് ആൾക്കാരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി പെരുമാറുന്ന രീതിയിലേക്ക് ഗവൺമെൻറ് മാറണം. അതേപോലെ ജനങ്ങൾക്ക് അവരവരുടെ ഫ്രീഡം കൊടുക്കുക, എന്തും സംസാരിക്കാനും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കാനും. അവരുടെ ഒരു പാർട്ടിലുള്ള അവരെടുക്കുന്ന തീരുമാനങ്ങൾ അത് അവർക്ക് നല്ലതാണെങ്കിൽ അതിനെ അംഗീകരിക്കാനും ഒക്കെ ഉള്ളൊരു മൈൻഡ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വേണമെന്ന് പറയുന്നു. സോ ഷീ ബിലീവ്സ് ദാറ്റ്, വൻകാരി മത്തായി ബിലീവ് ചെയ്യാണ്, ഇതേപോലെ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും വേൾഡിനെ തന്നെ മാറ്റിമറിക്കും, ഒരു പീസ്ഫുൾ സ്റ്റേജിലേക്ക് മാറും, ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയറിലേക്ക് മാറും എന്നാണ് പറയുന്നത്, ഫ്യൂച്ചർ ജനറേഷൻസ് ഉൾപ്പെടെ. നെക്സ്റ്റ് വൻകാരി മത്തായി ടെൽസ് എ ഷോർട്ട് സ്റ്റോറി. ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഓരോരുത്തരും ചെറിയ കാര്യങ്ങൾ ചെയ്താൽ അതെത്രമാത്രം വലിയ കാര്യങ്ങളിലേക്ക് തുടക്കം ഇടും എന്ന രീതിയിൽ. ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ബിഗ് ഫോറസ്റ്റ് ഫയറിനെ വെച്ചിട്ടാണ്. ഒരു കാട്ടുതീ ഫോറസ്റ്റിലൊരു കാട്ടുതീ വരികയാണ്. ആ ഒരു സമയത്ത് എല്ലാ അനിമൽസും ഓടിപ്പോവുകയാണ് കാട്ടുതീ ഭയന്ന്. എല്ലാവരും ഓടി പല പല സേഫായിട്ടുള്ള സോണിലേക്ക് മാറി നിൽക്കുകയാണ്.
പക്ഷേ അവിടെ ഒരു ഹമ്മിങ് ബേർഡ് തീരുമാനിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ കാട്ടുതീ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അണയ്ക്കണം. ഹമ്മിങ് ബേർഡ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള അരുവിയിലേക്ക് ഒരു റിവർ കണ്ടു, ആ പുഴയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് കൊക്ക് കൊണ്ട് തനിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് ടൈനി ഡ്രോപ്സ് ഓഫ് വാട്ടർ തൻ്റെ കൊക്കിൽ ഒതുക്കി അത് ഈ ഫയറിൽ കൊണ്ട് ഇറ്റിക്കുകയാണ്. അത് തുടരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ട് ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ചിരിക്കുകയാണ്, നീ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ ആ ഹമ്മിങ് ബേർഡിനറിയാം ഒരു തുള്ളി വെള്ളം പോരാ ആ തീ അണയ്ക്കാനായിട്ട്. എന്നാൽ ഹമ്മിങ് ബേർഡ് മറുപടി കൊടുക്കുന്നത്, എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും, ഐ ആം ഡൂയിങ് ദ ബെസ്റ്റ് ഐ ക്യാൻ, എന്നെക്കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഞാൻ ചെയ്യുകയാണ് എന്ന രീതിയിൽ അതൊരു വലിയൊരു മെസ്സേജാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജിലൂടെ വൻകരി മത്തായി ഷെയർ ചെയ്യുന്നത് ഓരോ ആൾക്കാർക്കും അവരവർക്ക് കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. ജസ്റ്റ് ലൈക്ക് ദിസ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്, വൻകരി മത്തായി ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന ഒരു മൂവ്മെൻറ്റിന് തുടക്കമിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോരുത്തർക്കും സ്റ്റാർട്ട് ചെയ്യാം. എത്ര ചെറുതാണ് എത്ര സിമ്പിളാണ് അത് ആലോചിക്കേണ്ട. ഇഫ് എവറി വൺ ട്രൈസ് ദർ ബെസ്റ്റ്, നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾക്കുള്ള സോഴ്സ് വെച്ച് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മേ ബി വലിയ വലിയ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയ പ്രോബ്ലംസ് ഇന്ന് ക്ലൈമറ്റ് ചേഞ്ചാണ്, അതേപോലെ ഇൻജസ്റ്റിസ്, വാർ, ഇതൊക്കെ ചെറിയ രീതിയിലേക്കെങ്കിലും കുറച്ചുകൊണ്ട് വരാനായിട്ട് ആൾക്കാർക്ക് പ്രേരകമാകുന്ന രീതിയിലേക്ക് മാറും. നമ്മളുടെ ഒരു ആക്ടിവിറ്റി കണ്ട് അത് നല്ലതാണല്ലോ എന്ന് കണ്ട് ചെയ്യുന്ന, അതായത് അതേ മോഡലിൽ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാവരും ഒന്നിച്ച് ചെയ്യുമ്പോൾ അതൊരു ബിഗ് ചേഞ്ചിലേക്ക് തന്നെ വരും. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദിസ് ഹമ്മിങ് ബേർഡ്. അപ്പോൾ ഈ ഹമ്മിങ് ബേർഡിനെ ഒരു മോഡൽ എന്നുള്ള രീതിയിൽ വൻകരി മത്തായി പറയുകയാണ്. അപ്പോൾ ആൾക്കാരോടൊരു എൻകറേജ്മെൻറ്റ് കൊടുക്കുകയാണ്. നമ്മൾക്കൊന്നും കഴിയില്ല എന്ന രീതിയിൽ മാറി നിൽക്കുകയല്ല, ബി ലൈക്ക് ദാറ്റ് ഹമ്മിങ് ബേർഡ്. ആ ഹമ്മിങ് ബേർഡ് എന്തോരം ഉണ്ട് എന്ന് നമുക്കറിയാം, ആ ഹമ്മിങ് ബേർഡിൻ്റെ കൊക്കിലൊതുങ്ങുന്ന വെള്ളം എന്തോരം ഉണ്ടെന്ന് അറിയാം. എന്നാലും ഹമ്മിങ് ബേർഡ് ആ ആക്ടിവിറ്റി തുടരുകയാണ്. അതുപോലെ നമ്മളും ചെയ്തുകൊണ്ടേയിരിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ വൻകരി മത്തായി സ്പീച്ച് എൻഡ് ചെയ്യുന്നത് ഒരു മെസ്സേജ് ആൻഡ് ഹോപ്പ് തന്നിട്ടാണ്. ഷീ സേസ് ദാറ്റ് ഈവൻ ദോ വേൾഡ് ഹാസ് മെനി പ്രോബ്ലംസ്, നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ദാരിദ്ര്യമുണ്ട്, യുദ്ധമുണ്ട്, എൻവയോൺമെൻറ്റൽ ഡാമേജ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുമാത്രം ആലോചിച്ച് നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇരിക്കാതെ നമ്മൾ തുടക്കമിടുക പല പുതിയ കാര്യങ്ങൾക്കും. ചേഞ്ച് ഈസ് പോസിബിൾ ഇഫ് വി ഓൾ ടേക്ക് ആക്ഷൻ ആൻഡ് വർക്ക് ടുഗെദർ. ആ ഒരു ബിഗ് ചേഞ്ച് അവിടെ സംഭവിക്കണമെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ പോരാ, ഒന്നിച്ച് നമ്മൾ ശ്രമിക്കണം എന്ന രീതിയിലാണ് പറയുന്നത്. ഷീ ബിലീവ്സ് ദാറ്റ് യങ് പീപ്പിൾ ആർ എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ്. അപ്പം ഇതിന് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരാണ്? യങ് പീപ്പിളാണ്. അവർക്കാണ് ആരോഗ്യമുള്ളത്, അവർക്കാണ് ഊർജ്ജസ്വലത കൂടുതൽ. ഓക്കെ, ഒരു ഓൾഡ് ജനറേഷൻ അവരെ നോക്കുകയാണെങ്കിൽ അവരെക്കാട്ടും സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ളത് യങ് പീപ്പിളാണ്. ദേ ഹാവ് എനർജി അവർക്കാണുള്ളത്, ഒരുപാട് ഐഡിയാസ് അതൊക്കെ അവരിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ദ പവർ ടു ഷെയ്പ്പ് ദ ഫ്യൂച്ചർ. ഓക്കെ, അവരിൽ ആ ഒരു പവർ ഉണ്ട്. ഫ്യൂച്ചറിനെ മാറ്റിമറിക്കണമെങ്കിൽ അവർ മുൻകൈ എടുക്കണം, അവർ വിചാരിക്കണം. ഷീ എൻകറേജസ് ദം ടു ലേൺ ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ഒരു യങ് ജനറേഷനോട് പറയാണ്, മടിച്ചിരിക്കാതെ ഒരുപാട് പഠിച്ച് ഒരുപാട് സാധ്യതകൾ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവർ ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനാണ് പറയുന്നത്. സ്റ്റാൻഡപ്പ് ഫോർ വാട്ട് ഈസ് റൈറ്റ്. നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. വൻകരി സേസ് ദാറ്റ് വി മസ്റ്റ് പ്രൊട്ടക്റ്റ് ദ എർത്ത്. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു എർത്ത്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം നമ്മൾക്ക് തന്നെയാണ്. ഓക്കെ, അതേപോലെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ ഫ്രീഡം ആൻഡ് റൈറ്റ്സ് ആൻഡ് ജസ്റ്റിസ് അതിനു വേണ്ടി നിലകൊള്ളുക. ഓക്കെ, നോ മാറ്റർ ഹൗ ഹാർഡ് ഇറ്റ് ഈസ്. അത് ഡിഫിക്കൾട്ട് എന്ന് കരുതി ഒരു കാര്യം നമ്മൾ പിറകിലേക്ക് വെക്കരുത്. ഈവൻ സ്മോൾ സ്റ്റെപ്സ് മാറ്റേഴ്സ്. ചെറിയ കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്നത് ഏറ്റവും ഗുണം ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ എൻഡ് ചെയ്യാണ് വൻകരി മത്തായി എൻഡ്സ് ദ സ്പീച്ച് ബൈ സേയിങ് ദാറ്റ് ഷീ ബിലീവ്സ് ഇൻ എ ബെറ്റർ ഫ്യൂച്ചർ. ഒരു ബെറ്റർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നു.
ഇഫ് വി ഓൾ ഡു അവർ പാർട്ട്, ആ ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ പാർട്ട് കൃത്യമായിട്ട് നിർവഹിക്കണം. എന്നാൽ നമുക്കത് ഒരു ബെറ്റർ വേൾഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നൊബേൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ച് ഇവിടെ എൻഡ് ചെയ്യാണ്. താങ്ക് യു.